കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ വിണ്ണിൽ നിന്നിഹ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. ഒരു പ്രശസ്ത ഗായകൻ്റെ മരണത്തിൽ രാജ്യം മുഴുവൻ നടുങ്ങി. ഷോയ്ക്ക് ശേഷം ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തിന് ഈ ലോകം വിടേണ്ടി വന്നു. അപകടം മൂലമോ പെട്ടെന്നുള്ള അസുഖം മൂലമോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ മനുഷ്യന് ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഭയാനകമായ ഒരു യാഥാർത്ഥ്യ സത്യമാണ്. അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നു, മരണം എവിടെ നിന്ന് വന്നു? വിശുദ്ധ വേദപുസ്തകത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇതിനുള്ള ഉത്തരം നമുക്ക് കാണാം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപത്തിൻ്റെ അനന്തരഫലമാണ് മരണം. മരണാനന്തരം മനുഷ്യൻ നരകത്തിൽ പോകേണ്ടി വരും എന്നതാണ് പാപത്തിനുള്ള ഭയാനകമായ ശിക്ഷ. നിത്യമായ തീപ്പൊയ്യുള്ളിടത്ത് ദൈവവുമായുള്ള ബന്ധം എന്നേക്കുമായി തകർന്നിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ ആ നരകത്തിലേക്ക് പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത്. അവൻ ഈ ലോകത്തിലേക്ക് വന്ന് സർവ്വ മനുഷ്യരാശിയുടെയും പാപഭാരം സ്വയം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ യാഗമാക്കപ്പെടുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ നിങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമ ചോദിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവും രക്ഷകനുമായി അംഗീകരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപമോചനവും വരാനിരിക്കുന്ന നാശത്തിൽ നിന്നുള്ള നിങ്ങളുടെ മോചനവും ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ടി അങ്ങ് നാട്ടില്ല.